ആയിരുന്നില്ല, വാണിജ്യാടിസ്ഥാനത്തിലായിരുന്നു സാമ്രാജ്യത്വം കടന്നു വന്നത്. അത് തന്നെയാണ് ഇന്ന് ഇസ്രായേലിത നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തി കഴിഞ്ഞിരിക്കുന്നു. ചുണയുള്ള കമ്മ്യൂണിസ്റ്റുകാരാ, നീ ഒന്ന് വിളിക്ക്, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് കേരള സംസ്ഥാനത്ത്. ഇതൊന്നും ആർക്കും പ്രശ്നമല്ല. രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടി, രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുക്കാൽ നൂറ്റാണ്ടിലധികമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളില് RSS ഇടപെട്ടതിന്റെ, RSSന്റെ പങ്കാളിത്തം ഓരോ ദിവസവും കൊഴിഞ്ഞ് കൊഴിഞ്ഞു വീണ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരൻ ചർച്ച ചെയ്യുന്നില്ല. അവൻ ഫാസിസത്തിനെതിരാണത്രേ. ആ ഫാസിസത്തിന്റെ എതിർപ്പ് ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ, ഫാസിസത്തെ എതിർത്തുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം ഇനി 4 വോട്ട് കിട്ടാൻ ബാക്കിയുള്ളത് അവരുടേത് മാത്രം. 4 വോട്ടിന്റെ ബാക്കി നിൽക്കുന്നത് BJPയുടെ വോട്ടിൽ കണ്ണുകെട്ടുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ കേരളത്തില് CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും, ഹിന്ദുത്വ ശക്തികളുടെ താല്പര്യം ഇന്നിപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. ജന്മഭൂമി പത്രം നിർത്തിയിട്ട് ദേശാഭിമാനി മാത്രം മതി എന്നാണ് തീരുമാനിക്കാൻ പോകുന്നതെന്നാണ്. കാരണം 2 ഒരേ ദൗത്യാണ്. കൈരളി കൂടി ഉണ്ടല്ലോ കൂട്ടത്തില്. ഇത് 3 കൂടി ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതിടത്തേക്ക് എത്തി. മുമ്പൊക്കെ ആദ്യം ദേശാഭിമാനി ജന്മഭൂമിയായിരുന്നു എഴുതല്. ഇപ്പോ ജന്മഭൂമിക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത, വെറുതെ ആ ന്യൂസ് പ്രിന്റിന്റെ പൈസ BJPക്കാരൻ കളയണ്ട, ആ ന്യൂസ് പ്രിന്റ് ഒക്കെ കൂടി കൊണ്ടുപോയിട്ട് ദേശാഭിമാനിയുടെ ഓഫീസിൽ ഇട്ട് കൊടുത്താൽ 2 കൂട്ടർക്കും വളരെ സൗകര്യം. ഹിന്ദുത്വ ഫാസിസത്തെ എതിർക്കുന്നിടത്ത് നിലപാടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? 1993 ശേഷം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്ഫോടനങ്ങൾ നടന്നു ഇന്ത്യ രാജ്യത്ത്. 1992 വരെ മുസ്ലിം ഉന്മൂലനത്തിന് ഒരു പാറ്റേൺ ആയിരുന്നു സ്വീകരിച്ചിരുന്നെങ്കിൽ 93 ശേഷം ഇന്ത്യ രാജ്യത്ത് സ്വീകരിച്ചിട്ടുള്ള പാറ്റേൺ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുക എന്നായിരുന്നു. സൃഷ്ടിച്ച സ്ഫോടനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിന്റെ തലയിൽ വെച്ച് കെട്ടി ഒരുപാട് ചെറുപ്പക്കാർ ഇന്നും ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മക്ക മസ്ജിദിന്റെ സ്ഫോടനത്തിന്റെ പേരിൽ RSSകാരനാണ് സ്ഫോടനം നടത്തിയത് എന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും, വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും, RSSന്റെ നേതാക്കന്മാർക്കുൾപ്പെടെ ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും ജയിലിൽ കഴിയുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇന്ന് മോചനമില്ല. സംജോത എക്സ്പ്രസ്, മാലേഗാവ്, അജ്മീർ സ്ഫോടനം, ഭോപ്പാൽ സ്ഫോടനം തുടങ്ങി എണ്ണപ്പെട്ട ഇന്ത്യ രാജ്യത്തറിയുന്ന 7ഓളം സ്ഫോടനങ്ങൾ RSSന്റെ പങ്കാളിത്തമുണ്ട് എന്ന് തെളിഞ്ഞപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അല്പമെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കിങ്ങിണി വർത്തമാനങ്ങളിലാണ് താല്പര്യം എന്നതാണ് പ്രശ്നം. അത്തരം ഒരു ഭാഗം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു സമൂഹത്തെ ഒരുപാട് കാലം അടിമകളാക്കി നിർത്തി ആ അടിമത്തത്തിന്റെ തുടർച്ച ദീർഘകാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ശ്രമങ്ങളെ തിരുത്താനായി ഇന്ത്യ രാജ്യത്ത് പുതിയൊരു മുന്നേറ്റം വരുമ്പോൾ ആ മുന്നേറ്റത്തെ ടാർഗറ്റ് ചെയ്യുന്നവർ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഹിന്ദുത്വ ഫാസിസത്തിന്റെയും കൂട്ടിക്കൊടുപ്പുകാരാണ് എന്ന് പറയേണ്ടി വന്നതില് ഞങ്ങൾക്ക് ഖേദമുണ്ട്. ആ കൂട്ടിക്കൊടുപ്പിന്റെ പ്രക്രിയയാണ് അനശ്യൂതം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഇത്രയേറെ ഭീകരമായ തോതിൽ ഒരു സമുദായത്തിന് നേരെ
സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന്, അവരുടെ സാമൂഹ്യ പരിസരത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങളും വേദനകളും മനസ്സിലാക്കിക്കൊണ്ട് സംഘടിക്കുമ്പോൾ ആ സംഘടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും അടിച്ചമർത്താനും തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മുദ്രകുത്തി ഇല്ലാതാക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മുസ്ലിങ്ങളെ വേട്ടയാടുന്ന അതേ പവറിൽ തന്നെ മറുഭാഗത്തത കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ദളിത് സമൂഹങ്ങളെയും ഇതുപോലെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. വർക്കലയിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഒരു അധ്യാപകൻ ആക്രമിക്കപ്പെട്ട സംഭവവുമായി എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നത്, അതേപോലെ തുല്യതകളില്ലാത്ത വിധമാണ് ദളിത് സഹോദരങ്ങളെ വേട്ടയാടിയിട്ടുള്ളത്. ആ വാർത്ത നൽകിയിട്ടുള്ള കേരള ശബ്ദത്തിന് മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ വേട്ടയെ കുറിച്ച് മിണ്ടാനല്ല സാധിക്കുന്നത്, നിറം പിടിപ്പിച്ച മഞ്ഞ കഥകൾ പ്രചരിപ്പിക്കാനാണ്. ദളിത് സമൂഹം അവരുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പരിസരത്ത് നിന്നുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് തയ്യാറായി. DHRM എന്ന പേരില്, ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന പേരില് അവരെ ചെയ്തതെന്താ? അവരെയും ഒരു കൊലപാതകത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഭീകരമായ തോതില് നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചു. സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ചു, ക്രൂരമായ തോതിൽ വർദ്ധിച്ചു. എന്താ കാര്യം? അക്കാലം വരെയും CPM-നും അതുപോലെ തന്നെ RSS-നും BJP-ക്കും കോൺഗ്രസിനും വേണ്ടി ഗുണ്ടാ പണിയെടുത്തിരുന്ന, തല്ലാനും കൊല്ലാനും പോയിരുന്ന സമൂഹമായിരുന്നു ദളിത് കോളനികളിലെ ദളിത് യുവാക്കള്. അവർ കഞ്ചാവ് കൃഷി നടത്തിയിരുന്നു, അവർ കഞ്ചാവിന്റെ വിൽപ്പന നടത്തിയിരുന്നു, മദ്യം അവർ ഉപയോഗിച്ചിരുന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ഒരു ദിവസം ഒരു നാൾ അവർ തീരുമാനിക്കുകയാണ്, ഇനി ഞങ്ങൾ ഈ പ്രവർത്തനത്തിനില്ല. ഞങ്ങളുടെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അക്ഷരം നേടാൻ, വിദ്യ നേടാൻ, അരി വാങ്ങാൻ വഴിയുണ്ടാകട്ടെ ഈ സമൂഹത്തിന് എന്ന് പറഞ്ഞ് തിരിച്ചറിവുണ്ടായിക്കൊണ്ട് ദളിതുകൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ RSS-കാരനും ശിവസേനക്കാരനും CPM-ന്റെ പോലീസിനെ ഉപയോഗിച്ച് ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവരെ വേട്ടയാടി. എക്കാലവും ഊരയിൽ പിടിച്ച്, കോന്തലത്തുണിയിൽ പിടിച്ച് മുസ്ലിം സമുദായം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതേ ശക്തികൾ ഇന്നിതാ ദളിതുകളെ വേട്ടയാടിയ പോലെ മുസ്ലിം സമുദായത്തിന് നേരെയും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ അകത്ത് നിന്ന് അവർക്ക് ആവശ്യമുള്ള ചില കൂട്ടരുണ്ട്. ആ കൂട്ടരെ അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, അവരവർ വാനോളം ഉയർത്തിക്കൊണ്ടിരിക്കും, അവർക്ക് വേണ്ടി മദ്ഹുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും, അവർക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്തരം മുട്ടിലിഴിയുന്ന ശക്തികളിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് പുതിയ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യൻ ജനത വായിച്ചെടുക്കുന്ന ഒരു നാളാണ് ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്നത്. അതുപോലെ മുട്ടിലിഴിയാൻ, ഒതുങ്ങി നിൽക്കാൻ തയ്യാറല്ല ഞങ്ങൾ. നിങ്ങള് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യങ്ങളെ ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ കണക്കുകളെടുത്ത് പരിശോധിക്ക്. ഇന്ന് കേരളത്തിലെ ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടി തിരിച്ചൊരു കണക്കെടുക്കാൻ തയ്യാറാവ്. ആഭ്യന്തര വകുപ്പ്